ഹലോ എവരിവൺ, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാനില ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. അതിനായി 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് ഇടഞ്ഞത്, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ്, 1/2 കപ്പ് പാൽ, വാനില എസൻസ്, 2 മുട്ട എന്നിവയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായി ബീറ്റ് ചെയ്യാം. പഞ്ചസാരയൊക്കെ നന്നായി അരിയണം, നന്നായി ബീറ്റ് ചെയ്യണം. ഇടയ്ക്ക് സൈഡ്സൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്യാം. ഇപ്പോൾ ബട്ടറും പഞ്ചസാരയൊക്കെ നന്നായി ബീറ്റായി ഓഫ് വൈറ്റ് കളറിലായിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഓരോന്നായി ചേർക്കാം. മുട്ടയൊന്ന് യോജിച്ച് കിട്ടിയാൽ മതി. രണ്ടാമത്തെ മുട്ടയും ചേർക്കാം. മുട്ടയും നന്നായി ബീറ്റ് ചെയ്തു. അടുത്തത് വാനില എസൻസ്, ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇവയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് മൈദ 3 ബാച്ചായി ചേർക്കാം. ഇടയ്ക്കിടയ്ക്ക് പാലും ചേർക്കണം. മൈദ ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോൾ ബാറ്റർ ഒന്ന് കട്ടിയാകും. അതൊന്ന് ലൂസാക്കാനായിട്ടാണ് പാൽ ചേർക്കുന്നത്. രണ്ടാമത്തെ ബാച്ച് മൈദയും പാലും ചേർക്കാം. സൈഡൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്യാം. കുറേ നേരം ബീറ്റ് ചെയ്യരുത്. മൂന്നാമത്തെ ബാച്ചും ചേർക്കുകയാണ്. പാലും കൂടെ ചേർക്കാം. ഇനി ബീറ്റർ മാറ്റി വയ്ക്കാം. സ്പാച്ചില ഉപയോഗിച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നന്നായി മിക്സ് ചെയ്യാം. ബാറ്റർ കട്ടിയാകുമ്പോൾ കുറച്ച് പാൽ കൂടെ ചേർക്കാം. നമ്മളെടുത്ത് വെച്ച 1/2 കപ്പ് പാലും ചേർത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ലൈൻ ചെയ്ത സ്ക്വയർ ടിന്നിലേക്ക് മാറ്റാം. ഞാൻ 7 ഇഞ്ചിൻ്റെ ടിന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകൾ വശം ഒന്ന് ലെവൽ ചെയ്ത് ടാപ്പ് ചെയ്യാം. ഇനി 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വയ്ക്കാം. നമ്മുടെ കേക്ക് റെഡിയായി. 40 മിനിറ്റാണ് ബേക്കിംഗ് ടൈം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ് ഇത്. നമ്മുടെ സാധാരണ സ്പോഞ്ച് കേക്ക് പോലെ അത്ര പൊങ്ങിയ കേക്കൊന്നുമല്ല, പക്ഷേ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. പിള്ളേരൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. നിങ്ങൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ. മുറിച്ച് കാണിക്കാം. നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്കാണ്. വെക്കേഷനല്ലേ, പിള്ളേർക്കൊക്കെ ഈ ഡെലീഷ്യസ് കേക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുക്കണേ.